അമ്മ വന്നോ? ഇല്ല മോളെ, നീ ഉസ്താദിനോട് പറഞ്ഞു ദ്വാരുന്നീനോ? ഓ മാമനെ കിട്ടൂട്ടോ. മോള് ബാഗൊക്കെ കട വെച്ച് മക്കനെ കോരി വെച്ച് ചായ കുടിക്കട്ടോ. ലിബിനേച്ചി അതാ വരുന്നത്. അല്ല മക്കളെ, നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുകയാണോ? ഭക്ഷണമൊന്നും ഉണ്ടാക്കലും കഴിക്കലൊന്നും ഇല്ലേ? ഉണ്ടാക്കലൊക്കെ ഉണ്ട്, ആർക്കും ഒന്നും വേണ്ട, ആരും കഴിക്കില്ല. ലിബിനേച്ചി ഇങ്ങോട്ട് കയറി. രസിമോനകത്തേക്ക് പോകാനെ. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ഇന്നലെ ഷാജേട്ടൻ മീറ്റിങ്ങിന് പോയി വരുമ്പോൾ അവിടെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വെച്ച് ഉമ്മനെ കണ്ടിരുന്നു. ഉമ്മനെ കണ്ടതിൽ ഷാജേട്ടൻ പെട്ടെന്ന് ഓടി അവിടെ എത്തി. അവിടെ മുഴുവൻ തിരഞ്ഞ് എവിടെയും ഉമ്മനെ കാണാൻ പറ്റിയില്ല. നിങ്ങളെ മാമന്മാരോടൊക്കെ പറഞ്ഞിട്ട് അവിടേക്കൊന്ന് അന്വേഷിച്ച് നോക്കി, ആ വഴിക്ക് കോഴിക്കോടൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കി. ആണോ? കോഴിക്കോട് ബസ് സ്റ്റാൻഡിലാണോ കണ്ടേ? എപ്പോഴായിരിക്കല്ലോ കണ്ടേ? ആ, കോഴിക്കോട് സ്റ്റാൻഡിൽ തന്നെ. ഇന്നലെ വൈകുന്നേരം മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോഴാണ് ഷാജേട്ടൻ കണ്ടത്. രാത്രിയായി വീട്ടിലെത്തുമ്പോൾ അന്നപ്പോഴാണ് ഈ വിവരം പറഞ്ഞത്. ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലമില്ലല്ലോ. ഇങ്ങനെ എല്ലായിടത്തും മാമന്മാരെ അന്വേഷിച്ചു. ഞങ്ങളെ കൊണ്ട് പറ്റുമ്പോൾ ഞങ്ങളും അന്വേഷിച്ചു. കോഴിക്കോട് സ്റ്റാൻഡും എല്ലാം അന്വേഷിച്ചിട്ടുണ്ടാവും. എന്നാലും ഒരുപാട് ആൾക്കാർ ആ തെരുവിലൊക്കെ കിടക്കുന്നില്ലേ, അവിടേക്കൊന്ന് രാത്രിക്കൊന്ന് പോയി അന്വേഷിച്ച് നോക്കി. എന്തെങ്കിലും വിവരം കിട്ടിയാൽ എനിക്കിത് പെട്ടെന്ന് മാമനെ വിളിച്ചൊന്ന് പറഞ്ഞേക്കും. ചേട്ടൻ പറഞ്ഞിട്ടോ. ഹലോ മാമ, പിന്നെ നമ്മളെ ഷാജേട്ടൻ ഇന്നലെ ആ ഉമ്മനെ അവിടുന്ന് കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് കണ്ടിരുന്നു എന്ന് പറഞ്ഞേ വൈകുന്നേരം. നമ്മളോട് അവിടെയൊക്കെ ഒന്ന് അന്വേഷിക്കാനാണ് പറയുന്നത്. ആ ലിബിനേച്ചി ഇവിടെ ഉണ്ട് മാമ. ആ, ഞാൻ ലിബിനേച്ചിൻ്റെ കൈ കൊടുക്കാം. ഓക്കെ, ലിബിനേച്ചി ഫോണൊന്ന് സംസാരിക്കേ.